ആദ്യം തന്നെ എല്ലാ ചങ്ങാതിമാർക്കും ഒരു കിടുക്കാച്ചി നമസ്കാരം ഇരിക്കട്ടെ. ഇനി സാമ്പാർ പൊടി മേടിക്കാൻ വേണ്ടി കടയിലേക്ക് ഓടണ്ട, വീട്ടിൽ നല്ല കിടുക്കാച്ചി സാമ്പാർ പൊടി നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാം. സാമ്പാറും ഉണ്ടാക്കേണ്ട ചങ്ങാതിമാരല്ല, കിടുക്ക സാമ്പാറും. അപ്പോൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കിടുക്കാച്ചി കമൻറ്റ് ചെയ്യാനും മറക്കരുത് എൻ്റെ ചങ്ങാതിമാരെ. അപ്പോൾ ആദ്യം തന്നെ സാമ്പാർ പൊടിക്ക് വേണ്ട മസാലക്കൂട്ടാണ് ഈ കാണുന്നത്. ചെനപ്പരിപ്പ്, സാമ്പാർ പരിപ്പ്, മല്ലി, കുരുമുളക്, കാശ്മീരി ചില്ലി, സാദാ ചില്ലി, ഉലുവ, ജീരകം, മഞ്ഞൾപ്പൊടി, കായപ്പൊടി, കരിവേപ്പില, ഇത്ര സാധനം മതി. ശേഷം നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക, ഉരുളി ചൂടാക്കാൻ വെക്കുക. ഉരുളി ചൂടായ ശേഷം നമ്മളിത് ഒരു 120 ഗ്രാം ചെനാപരിപ്പും 200 ഗ്രാം സാമ്പാർ പരിപ്പ് ഇതിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുക. കരിയരുത്, ക്രിസ്പാക്കി എടുക്കണം. കാരണം പൗഡറാക്കി എടുക്കാൻ വേണ്ടി, നല്ല ഫൈൻ പൗഡറാക്കി എടുക്കാൻ വേണ്ടി ക്രിസ്പാക്കി എടുക്കുന്ന രീതിയിൽ എടുക്കുക. ഇവനൊന്ന് രൂപത്തിലായി വരുമ്പോഴേക്ക് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിരിക്കുന്ന മല്ലി, ഒരു 200 ഗ്രാം മല്ലിയും കൂടെ എടുത്തിട്ട് മറിമറിക്കുക. എന്നിട്ട് അവനെയും ഇതുപോലെ തന്നെ റോസ്റ്റ് ചെയ്യുക, ക്രിസ്പാക്കാവുന്ന രൂപത്തിൽ സ്ലോ ഫയറിലിട്ട് വേണം ചെയ്യാൻ വേണ്ടി. എൻ്റെ കുരുമുളക്, ഒരു 20 ഗ്രാം കുരുമുളകും ഇതുപോലെ തന്നെ എടുത്തിട്ട് മറിമറിച്ച ശേഷം അവനെയും ഇതുപോലെ റോസ്റ്റ് ചെയ്യാം. കണ്ടോ? ശേഷം കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും ഒരു 50 ഗ്രാം ഇട്ട് ഇതിലിട്ട് ഇങ്ങനെ റോസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ ചില്ലി സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം ചില്ലി നല്ല ക്രിസ്പായി പൊടിക്കാവുന്ന രൂപത്തിൽ വേണം കിട്ടാൻ വേണ്ടി. ഇതിലിടുമ്പോൾ ചിലപ്പോൾ ഒന്ന് വാടിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇടാം, അല്ലെങ്കിൽ ഇതിലിട്ട് സ്ലോ ഫയറിലിട്ട് ഇങ്ങനെ അങ്ങ് റോസ്റ്റ് ചെയ്യാം. ഇവനൊന്ന് രൂപത്തിലായി വരുമ്പം ഉലുവായും ജീരകവും, ഉലുവ ഇടേണ്ടത് ഒരു 10 ഗ്രാം ഉലുവായും, ജീരകം ഇടേണ്ടത് 30 ഗ്രാം ജീരകവും കൂടെ ഇട്ട് ഇതിലിട്ട് റോസ്റ്റ് ചെയ്യുക. അത് പെട്ടെന്ന് റോസ്റ്റ് ആയിക്കോളും, അതിന് നിങ്ങൾ പേടിക്കണം, ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. ഇവനത് ഇതുപോലെ റോസ്റ്റ് ചെയ്യുക. ഇതിൽ ലാസ്റ്റ് അല്ല കറിവേപ്പില എടുത്തങ്ങ് വാരി അങ്ങ് വിതറുക എൻ്റെ ചങ്ങാതിയെ. കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു സ്മെല്ല് വരും എൻ്റെ ചങ്ങാതി, അത് വേറെ ലെവലാണ് കേട്ടോ, ഒന്നും പറയാനില്ല സംഭവം. കറിവേപ്പില ഇടേണ്ടത് നിങ്ങൾ മിനിമം ഒരു 100 ഗ്രാം ഇട്ടു. കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ല ക്രിസ്പാകുന്നവരെ അങ്ങ് ആക്കുക. ശേഷം മഞ്ഞൾപ്പൊടി ഒരു 2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ലൈറ്റായിട്ട് സ്ലോ ഫയറിലിട്ട് റോസ്റ്റ് ചെയ്യുക. എന്നിട്ട് കായപ്പൊടി ഒരു 3-3.5 സ്പൂണും കിട്ടും കേട്ടോ, ടേബിൾ സ്പൂണേ. എന്നിട്ട് ഇവനെ തീ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവനെല്ലാം മൊത്തത്തിലും ഇങ്ങനെ പപ്പട രൂപത്തിൽ ക്രിസ്പായിരിക്കുന്നത് കാണാൻ പറ്റും. നല്ല സ്മെല്ലും എൻ്റെ ചങ്ങാതി വരുന്നത്, ഒരു രക്ഷയില്ല. എന്നിട്ട് ഇവനെ ഇങ്ങനെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കിങ്ങനെ മൊത്തത്തിലങ്ങ് എടുത്തിട്ട് മറിമറിക്കാം. കണ്ടില്ലേ? ശ്രദ്ധിക്കേണ്ട സംഭവം, ഇവനെല്ലാം റോസ്റ്റായി കഴിഞ്ഞ് തണുത്ത് പോകരുത് കേട്ടോ. ചൂടോടെ വേണം മിക്സിയുടെ ജാറിലിട്ട് ഇവനങ്ങ് പൊടിക്കാൻ വേണ്ടി. എന്നാൽ മാത്രമേ ഉള്ളൂ നല്ല പൗഡറായിട്ട് ഈ സാധനം കിട്ടുകയുള്ളൂ. നല്ല ക്രിസ്പായിട്ടുള്ള സംഭവം ആ മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത ശേഷം ഇവനെ പൗഡറാക്കി എടുക്കുക. ഇതുപോലെ നല്ല പഞ്ഞ് പോലത്തെ പൗഡർ എടുക്കുക. എന്നിട്ടൊരു മറിമറിക്കുക. എൻ്റെ ചങ്ങാതി എന്നെ സ്മെല്ലാണ് വരുന്നത്. സാമ്പാർ പൊടി എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ ചങ്ങാതി ഇതാ സാമ്പാർ പൊടി. ഇത് വെച്ചൊരു സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കിളി പോകും എൻ്റെ ചങ്ങാതി, കിളി വേറെ ലെവല. കണ്ടില്ലേ സാധനം? ഇതുണ്ടാക്കാൻ വേണ്ടി, ഇതിന് വേണ്ടി നിങ്ങൾ ഈ കടയിൽ പോയി ഈ ഉള്ള സാധനമെല്ലാം മേടിച്ച് കെമിക്കലും ഈ വക സാധനങ്ങളെല്ലാം കൂടെ കളറും ഈ വക സാധനം എല്ലാം കൂടെ വയറും കളഞ്ഞ് ശരീരം കളയുന്നൊക്കെ, ഇതൊക്കെ വീട്ടിൽ നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് നിങ്ങൾക്ക് ഈസി ആയിട്ട് വെറും 5 മിനിറ്റ് കൊണ്ട് ഈ സാമ്പാർ പൊടി അങ്ങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ? എന്നിട്ട് ഇത് വെച്ചൊരു സാമ്പാറും കൂടെ ഉണ്ടാക്കിയ എൻ്റെ ചങ്ങാതി വേറെ ഒരു കറിയും വേണ്ട, നക്കി പഠിക്കും നമ്മളെല്ലാം കൂടി. എൻ്റെ സ്മെല്ല് ഒരു രക്ഷയില്ല ചങ്ങാതിമാരെ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കിടുക്കാച്ച് കമൻറ്റുകളൊക്കെ ഇടാനും മറക്കില്ല. അതുപോലെ വേറെ എന്തെങ്കിലും മസാലക്കൂട്ടുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിയിൽ മെൻഷൻ ചെയ്താൽ മതി. നമ്മൾ അടുത്ത വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ചങ്ങാതിമാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ